കാസർഗോഡ് ബഹുമാന്യനായ നമ്മുടെ പാർലമെന്റ് അംഗം, ഈ നാടിൻ്റെ എല്ലാ ജനകീയ വിഷയങ്ങളിലും എപ്പോഴും ഇടപെടുന്ന പ്രിയപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ഇവിടെ തുഫാൻ സന്ദേശം നൽകാൻ എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് കണ്ണൂർ റേഞ്ച് ശ്രീ കെ കാർത്തിക് IPS, AKM അഷ്റഫ് MLA, ശ്രീ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA, സന്ദീപ് വാര്യർ MLA, സാബു എബ്രഹാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അർജുൻ പാണ്ഡ്യൻ IAS, അബ്ദുള്ള കുഞ്ഞി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വസന്തൻ രാജക്കാട്, സന്തോഷ് കുമാർ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ഇത് ഒരു ചരിത്ര മുഹൂർത്തമാണ്. കാസർഗോഡിൻ്റെ മണ്ണിൽ ഇനിയും ലഹരി അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഈ യോഗത്തിൽ നമ്മൾ നടത്തുന്നത്. ഓപ്പറേഷൻ തുഫാൻ ആരംഭിക്കുമ്പോൾ മുതൽ ഞാൻ പ്രത്യേകം പറയും, അധോലോക രാജാവായിരുന്നു അദ്ദേഹം. എന്നാൽ സ്വന്തം ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിച്ചിരുന്നില്ല. കൊടിയ വിഷം മറ്റുള്ളവരുടെ തലച്ചോറിലേക്കും ജീവിതത്തിലേക്കും കുത്തിക്കയറ്റുമ്പോഴും സ്വന്തം ശരീരത്തിലേക്കോ കുടുംബത്തിലേക്കോ ഒരു തരത്തിലും ഈ വിഷദ്രാവകങ്ങൾ എത്തിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. കർശനമായ വിലക്ക് തൻ്റെ വീട്ടിൽ ഏർപ്പെടുത്തിയിരുന്നു. ബിസിനസ്സിന് തടസ്സമായി നിന്ന ആയിരക്കണക്കിന് നിരപരാധികളായ പോലീസുകാരെയും ജഡ്ജിമാരെയും യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ എസ്കോബാർ കൊന്നൊടുക്കുകയുണ്ടായി. ഒടുവിൽ ആ സമൂഹം മുഴുവൻ അതിനെതിരെ ഒന്നിച്ചു. അമേരിക്കയുടെ പ്രത്യേക ഏജൻസികളും കൊളംബിയയുടെ പോലീസും ചേർന്ന് ചർച്ചകളില്ല, ഉന്മൂലനം മാത്രമേ ഉള്ളൂ എന്ന ലക്ഷ്യത്തോടെ രംഗത്തിറങ്ങി. അങ്ങനെ രംഗത്തിറങ്ങി പ്രവർത്തിച്ചു. ഒരു ഫോൺ കോളിന്റെ സിഗ്നൽ പിന്തുടർന്ന് പിറന്നാളിന്റെ തൊട്ടടുത്ത ദിവസം സുരക്ഷാ സേന അയാൾ താമസിച്ചിരുന്ന വീട് വളഞ്ഞു. രക്ഷപ്പെടാൻ മേൽക്കൂരയിലൂടെ ശ്രമിച്ചപ്പോൾ സുരക്ഷാ സേന അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തി. തെരുവിൽ കിടന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ നർക്കോട്ടിക് കിങ് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ എസ്കോബാറിനെ പോലെയുള്ള ആളുകൾ നമ്മുടെ ലോകത്തിന്നുമുണ്ട്. അവർ നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നർക്കോട്ടിക് മാഫിയകളുണ്ട്. അവർ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സത്യം. നമുക്ക് ലഹരി തന്ന് അവർ ലഹരി ഉപയോഗിക്കാതെ അതിസമ്പന്നന്മാരായി വളർന്നു വരുന്നു. അവരെ ഉന്മൂലനം ചെയ്യേണ്ടത് തലമുറയുടെ ആവശ്യമാണ്. കുറെ കാലമായി എന്നെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഞാനിപ്പോഴും ഓർക്കും, നമ്മുടെ MP-യും DCC പ്രസിഡന്റ് PK ഫൈസൽ അടക്കമുള്ള ഞങ്ങളെല്ലാവരും, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള കാഞ്ഞങ്ങാട് ലഹരിക്കെതിരെ വലിയ ഒരു മുന്നേറ്റം നടത്തുകയുണ്ടായി. കോരിച്ചൊരിയുന്ന മഴയത്തും ആയിരക്കണക്കിന് ആളുകൾ അന്ന് പങ്കെടുക്കുകയുണ്ടായി. അന്ന് ഞാൻ മനസ്സിൽ കരുതിയതാണ്, 14 ജില്ലകളിലും ഡ്രഗ്സിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തി അന്ന് നമ്മൾ മനസ്സിൽ എനിക്കൊരവസരം കിട്ടിയാൽ ലഹരി മാഫിയയുടെ വേര് കേരളത്തിൽ അറക്കുക തന്നെ ചെയ്യുമെന്നുള്ള തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഓപ്പറേഷൻ തുഫാൻ ആരംഭിച്ചിട്ടുള്ളത്. എന്ന് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ പിന്തുണ
നമ്മുടെ അമ്മമാരിൽ നിന്നും ഉമ്മമാരിൽ നിന്നുമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അവരാണ് ഈ പ്രോജക്റ്റിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. കാരണം അമ്മമാർക്കും ഉമ്മമാർക്കുമാണല്ലോ മക്കളുടെ ഓരോ ചലനങ്ങളും അറിയാൻ കഴിയുന്നത്. അവരെനിക്ക് അയക്കുന്ന കത്തുകൾ, ഫോൺ കോളുകൾ, അവരയക്കുന്ന മെസ്സേജുകൾ, അതെല്ലാം ഓപ്പറേഷൻ തുഫാനുള്ള പിന്തുണയാണ്. ഇന്ന് തീർച്ചയായും ലഹരി മാഫിയ ഇത് സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫോൺ കോളുകൾ നമ്മൾ എടുക്കുന്നുണ്ട്, ഫോൺ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. കേരള പോലീസ് അവർ പറയുന്നത് എന്താ അറിയാമോ? ഒരു പുതിയ ഗവൺമെന്റ് വന്നല്ലേ, തൽക്കാലത്തേക്കുള്ള ഒരു ആരംഭ ശൂരത്വമാണെന്ന് പോലീസ് പിടിച്ചെടുത്തു. 16 പേരെ ജയിലിലടച്ചു. ഇപ്പൊ 4 പേര് ജയിലിലുണ്ട്, 16 പേരെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ ആലോചിച്ചോണം, കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കൊച്ചുമക്കൾക്ക് മിഠായി ആണെന്ന് പറഞ്ഞ് വിഷം നിറച്ച ഈ മിഠായികൾ അവർക്ക് കൊടുക്കുകയാണ്. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നും. പിന്നെ അവർ ക്രമേണ ലഹരി മാഫിയയുടെ അടിമകളായി മാറും. നമുക്കത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ കുട്ടികളോട് പറയണം, ആരെങ്കിലും തരുന്ന മിഠായി വാങ്ങിച്ച് കഴിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം, ലഹരിക്ക് അടിമകളാകരുത്. അമ്മമാർ കുട്ടികളോട് സംസാരിക്കണം. മാതാവും പിതാവും കുട്ടികളെ ശ്രദ്ധിക്കണം. അവരെന്താണ് കഴിക്കുന്നതെന്നോ സ്കൂളിൽ എന്ത് ചെയ്യുന്നതെന്നോ അവർ മനസ്സിലാക്കണം. ഇവിടെ മൈലാട്ടിക്ക് സമീപം ഖുറൈഷി എക്സ്പ്രസ് എന്ന ബോർഡ് വെച്ച രഹസ്യ നിർമ്മാണ യൂണിറ്റിലാണ് ഈ കൂൾ ലിപ്സ് നമ്മൾ പിടിച്ചെടുത്തത്. സ്വന്തം കുടുംബത്തിലേക്ക് ലഹരി അടുപ്പിക്കാതെ എസ്കോബാറിനെ പോലെ മറ്റുള്ളവർക്ക് ലഹരി കൊടുത്ത് ജീവിതം നശിപ്പിക്കുന്ന ഈ മരണത്തിന്റെ വ്യാപാരികളെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇതുവരെ കേരളത്തിലെ പോലീസിനെ ഞാൻ അഭിനന്ദിക്കുന്നു, കാസർഗോഡ് പോലീസിനെ ഞാൻ അഭിനന്ദിക്കുന്നു. സത്യസന്ധമായ നിലയിൽ ഓപ്പറേഷൻ തുഫാൻ വിജയിപ്പിക്കാൻ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. വിശ്രമരഹിതമായി അവർ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ DIGC കാർത്തിക്, അതോടൊപ്പം തന്നെ നമ്മുടെ SP പ്രിയപ്പെട്ട ശ്രീ നിതിൻ രാജ് അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയങ്കരായ MP, MLA മാർ എന്നിവരെല്ലാം അതിന് സഹായകമായി പ്രവർത്തിക്കുന്നു. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കാസർഗോഡിന്റെ അതിർത്തി കർണാടകത്തിന്റെ അതിർത്തിയാണ്. കർണാടക മുഖ്യമന്ത്രിയുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം കർണാടക പോലീസിനെ അവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. കേരള പോലീസിന്റെ കണ്ണുകൾ തലപ്പാടിയിലുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വിഷദ്രാവങ്ങൾ കൊണ്ടിരുന്നവരെ നമ്മൾ അറസ്റ്റ് ചെയ്യും. വേണ്ടി വന്നാൽ കാപ്പ ചുമത്തും, വേണ്ടി വന്നാൽ അവരുടെ സ്വത്തുക്കൾ കണ്ടെത്തും. ഈ ലഹരിക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടം അവസാനിക്കുന്നില്ല. കേരള പോലീസ് നടത്തുന്ന ഈ ഓപ്പറേഷൻ തുഫാന് എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും നാളെ മുതൽ, ഇന്ന് മുതൽ തുഫാൻ വാരിയേഴ്സ് ആണ് എന്ന് പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ആദ്യത്തെ തുഫാൻ വാരിയർ കേരളത്തിന്റെ പ്രശസ്ത സിനിമാ താരം മോഹൻലാലാണ്. ഇന്ന് കേരളം മുഴുവൻ സ്വയം ജനങ്ങൾ മുന്നോട്ട് വരുന്നു തുഫാൻ വാരിയറായി മാറാൻ.